ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖല്ലേ? ഇന്ന് ഒരു കൊച്ചു കഥ പറയാമെന്ന് വിചാരിച്ചുട്ടാ. എല്ലാവരും ഈ കഥ കേൾക്കുമെന്നും വിചാരിക്കുന്നു. അപ്പോൾ കഥ ഞാൻ പറയാൻ പോവുകയാണ്. സ്നേഹത്തിൻ്റെ വിശപ്പ്, അതാണ് കേട്ടോ കഥയുടെ പേര്. വെയിലും മഴയുമായി മാറി മാറി നിൽക്കുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം അത് മനസ്സിനെയും മൂടൽമഞ്ഞ് പോലെ പുതിയാൻ തുടങ്ങി. അന്നുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്ന സമയം പുറത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടാണ് ശാരദേച്ചി പുറത്തേക്ക് നോക്കിയത്. ശാരദേച്ചിക്ക് വയസ്സ് 60 കഴിഞ്ഞെങ്കിലും ആൾ നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. ഉത്സാഹതയും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല മിടുക്കിയായ ഒരു ആളായിരുന്നു ശാരദേച്ചി. വീടിനോട് ചേർന്നുള്ളൊരു കടയായിരുന്നു കേട്ടോ ശാരദേച്ചിയുടേത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കടയിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അത്ര പോലും കട അടയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ. ഒറ്റപ്പെടലിൻ്റെ നോവുകൾ മറയ്ക്കുന്നത് ആ കട ഉള്ളത് കൊണ്ടാണ്. ഒരു വരുമാനത്തിന് വേണ്ടിയൊന്നുമല്ല. അങ്ങനെ എന്തെങ്കിലും അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരോട് കൊച്ചു വർത്തമാനം പറയാലോ. അങ്ങനെ നേരം പോകുന്നതും അറിയില്ല. അതിനാണ് കേട്ടോ അങ്ങനെ ഒരു കട നടത്തുന്നത്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈക്കിൻ്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പുറത്തു നിന്നിട്ട് ചോദിക്കുന്നു, ചേച്ചി സോഡയുണ്ടോ? ഉച്ചയൂണ് കഴിക്കാനിരുന്നതാണ് ശാരദേച്ചി. സോഡ അന്ന് കൊണ്ടുവരുന്നയാൾ വന്നില്ല, തീർന്നു കഴിഞ്ഞിരുന്നു. മോനെ സോഡയില്ല. ശാരദേച്ചിയുടെ ശബ്ദം കേട്ടതും ആ പയ്യൻ ശാരദേച്ചിയുടെ മുഖത്തേക്ക് നോക്കി, തുറന്നു വെച്ച ചോറിലേക്കും. ആ നോട്ടത്തിൽ ശാരദേച്ചിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നു വന്നു കേട്ടോ. ശാരദേച്ചിക്ക് തൻ്റെ കൊച്ചുമകനെയും മകനെയും ഒക്കെ ഓർമ്മ വന്നു. തൻ്റെ കൊച്ചുമകൻ്റെ പ്രായമായിരുന്നു കേട്ടോ ആ പയ്യന്. മോനക്ക് ചോറ് തരട്ടെ? ശാരദേച്ചി ചോദിച്ചു. വേണ്ട അമ്മേ, ചോറ് വേണ്ട. വീണ്ടും ശാരദേച്ചിക്ക് ആ പയ്യനോട് എന്തോ ഒരു വാത്സല്യം തോന്നിയിട്ടാ. വീണ്ടും പറഞ്ഞു, കുഴപ്പമില്ല മോനെ, ചോറ് കഴിച്ചോ, ചോറ് ഇവിടെയുണ്ട്, കഴിച്ചോളൂ. ആ സ്നേഹമധുരമായ ശബ്ദം കേട്ടപ്പോൾ ആ പയ്യന് വിക്കി വിക്കി പറഞ്ഞു, എനിക്ക് ഒരു ഉരുള ചോറ് അമ്മയുടെ കൈ കൊണ്ട് തരുമോ? ആ ഒരു ഉരുള ചോറ് മതി എനിക്ക്, എൻ്റെ ബാല്യകാലത്തിൻ്റെ ഓർമ്മയ്ക്ക്. ശാരദേച്ചിക്ക് ഇത് കേട്ടതും ഒരു നിമിഷം നിന്നു. എന്തൊക്കെയോ ഓർമ്മകളിലൂടെ ശാരദേച്ചിയുടെ മനസ്സ് പോയി. തൻ്റെ കൊച്ചുമകന് ചോറൂട്ടി കൊടുക്കുന്നതും വളർത്തിയതും ഉറക്കിയതുമെല്ലാം ഓർമ്മ വന്നു. അതിനെന്താ മോനെ, നിനക്കെൻ്റെ കൊച്ചുമോൻ്റെ പ്രായമല്ലുള്ളൂ, തരാലോ. ഒരു ഉരുള ചോറ് വാങ്ങി ആ പയ്യൻ കഴിച്ചു. അപ്പോൾ ആ പയ്യൻ്റെ മണ്ണിൽ രണ്ടിറ്റു കണ്ണുനീർ തങ്ങി നിന്നിരുന്നു. പുറത്തേക്ക് ഒഴുകാതെ അത് പിടിച്ചു നിർത്താൻ അവൻ പാടുപെടുന്നുണ്ടായിരുന്നു. ബാല്യത്തിൽ അമ്മ മരണപ്പെട്ടു. പിന്നെ അമ്മൂമ്മയും നഷ്ടപ്പെട്ടതോടെ പല പല സ്ഥലങ്ങളിലുള്ള താമസമായിരുന്നു. അമ്മ ചോറൂട്ടിയ നിമിഷങ്ങളും കഥകൾ പറഞ്ഞു തന്ന രാവുകളും ആയിരുന്നു എന്നും ഓർമ്മകളിൽ കൂട്ടിനുണ്ടായിരുന്നത്. ഇതേവരെ ആരോടും ആവശ്യപ്പെടാത്തൊരു കാര്യമാണ് ആ അമ്മയോട് ചോദിച്ചത്. പുറത്ത് ഹോട്ടലുകളില്ലാഞ്ഞിട്ടോ വിശന്നിട്ടോ അല്ല, ഒരു ആത്മബന്ധം ആ അമ്മയുമായി ആ പയ്യനുണ്ടായിരുന്നു. യാത്ര പറഞ്ഞു പോരുമ്പോൾ ശാരദേച്ചിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഇനി ഈ വഴി പോകുമ്പോൾ കയറാമെന്നും തന്നെ സ്വന്തം അമ്മയായി കരുതിക്കോളുമെന്നുള്ള സ്നേഹ സംഭാഷണത്തിലാണ് അവർ പിരിഞ്ഞത്. ആ പയ്യൻ പോയതിനു ശേഷം ശാരദേച്ചിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു തുടങ്ങി. ഒരു ഉരുള ചോറിന്മേൽ അമ്മയെന്ന വാത്സല്യം എത്രത്തോളം ഉണ്ടെന്ന് തൊട്ടറിഞ്ഞ നിമിഷങ്ങൾ. അതായിരുന്നു ആ പയ്യൻ്റെ അവസ്ഥ. ശാരദേച്ചിയുടെ ഹൃദയത്തിലും ഓർമ്മച്ചെപ്പുകൾ ഓരോന്നായി തുറക്കുവാൻ തുടങ്ങി. മകൻ വലുതായി വിവാഹം കഴിഞ്ഞതോടെ ഒറ്റപ്പെടലുകൾ തോന്നിത്തുടങ്ങി. അതിനുശേഷം കൊച്ചുമകൻ്റെ വരവോടെ വീണ്ടും ജീവിതത്തിൽ പുതിയൊരു അർത്ഥമുണ്ടായതുപോലെ. ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം കൊച്ചുമകനായിരുന്നു എല്ലാം. അവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കലും വാരിക്കൊടുക്കുന്നതും ഉറക്കുന്നതെല്ലാം ശാരദാമ്മയായിരുന്നു. മകനും മരുമകളും ജോലിക്കാരായിരുന്നു. മകന് ജോലി കിട്ടി അമേരിക്കയിലേക്ക് പോയി. ഉടനെ തന്നെ മരുമകളെയും കൊണ്ടുപോയി. കൊച്ചുമകനെ കുറച്ചുനാൾ ശാരദേച്ചിയുടെ അടുത്ത് നിർത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവനെയും കൊണ്ടുപോയി. വീണ്ടും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു കേട്ടോ ശാരദേച്ചിയുടേത്. പിന്നെയൊക്കെ ഓരോ ഫോൺ കോളുകളിലുള്ള കാണലും സംസാരിക്കലുമായിരുന്നു. ആ രൂപങ്ങൾ മാത്രമായിരുന്നു കേട്ടോ ശാരദേച്ചിക്കൊരു ആശ്വാസമുണ്ടായിരുന്നത്. കൊച്ചുമകനും തിരക്കിട്ട ജീവിതമായി. പുതിയ തലമുറ അങ്ങനെയാണല്ലോ. സ്നേഹം വേണ്ടാത്തവരും സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരുമായ ഒരു സമൂഹമാണ് നമ്മളുടേത്. സ്നേഹം കിട്ടുന്നവർക്ക് അത് ആവശ്യമില്ല, അതിൻ്റെ വിലയറിയില്ല.
കിട്ടാത്തവർക്ക് അത് നൊമ്പരപ്പെടുത്തുന്ന തിരിച്ചു കിട്ടാത്ത സുഖമുള്ള നോവുന്ന ഓർമ്മകൾ. എല്ലാ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന അമ്മമാർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ എന്ന് സ്വന്തം കൂട്ടുകാരി.